ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജകൾ മാറ്റിയ നടപടിയിൽ ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി പൂജാ പട്ടിക അതേപടി നിലനിർത്തണമെന്നും നിർദ്ദേശിച്ചു. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിക്കാണ് ഉദയാസ്തമന പൂജകൾ നടക്കാറുള്ളത്. അത് തുലാമാസത്തിലേക്ക് ദേവസ്വം ഭരണസമിതി മാറ്റിയിരുന്നു. ഇത് ആചാരങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബം സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. വർഷങ്ങളായി തുടരുന്ന ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്നും ഗുരുവായൂർ ദേവസ്വം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പൂജാ പട്ടിക അതേപടി തുടരണമെന്നും ജസ്റ്റിസ് JK മഹേശ്വരി അധ്യക്ഷയായ ബെഞ്ച് നിർദ്ദേശിച്ചു. ബുധനാഴ്ചയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശി. അതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഹർജിക്കാർ സുപ്രീം കോടതി രജിസ്ട്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച മാത്രമേ ഹർജി പരിഗണിക്കാൻ കഴിയുകയുള്ളൂവെന്ന് രജിസ്ട്രി അറിയിച്ചു. ആചാരങ്ങൾ മാറ്റുന്നത് ദേവഹിതത്തിനെതിരാകുമെന്ന് ചൂണ്ടിക്കാട്ടി പുഴക്കര ചേന്നാസില്ലത്തെ അംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉദയാസ്തമന പൂജ മാറ്റുന്നത് ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കുമെന്നും അഭിഭാഷകൻ കാർത്തിക് മുഖേന ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. 10,000 എത്തിച്ചേരുന്ന ഏകാദശി ദിവസം ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ടിയാണ് ഉദയാസ്തമന പൂജ മാറ്റിയതെന്നാണ് ദേവസ്വം പറയുന്നത്. കേസിൽ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. അതിനെതിരെ അവർ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തതായിട്ട് അറിഞ്ഞു. അത് ഇന്ന് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്ത് പരിഗണനയ്ക്ക് വന്നിരുന്നു. ആ പരിഗണനയ്ക്ക് വന്നപ്പോൾ അത് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഫയലിൽ സ്വീകരിച്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ദേവസ്വം ഭരണസമിതിയുടെ അഭിഭാഷകനോട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു. CCTV ന്യൂസ്, ഗുരുവായൂർ.